പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് ശേഷം 2 years ശേഷം ഞാൻ അരയന്നങ്ങളുടെ വീട് ചെയ്തു. അത് മോർ ആസ് ആൻ ആഫ്റ്റർ തോട്ട്. കാരണം ഞാൻ വിചാരിച്ചു ബിഫോർ റിഗ്രറ്റിംഗ് നോട്ട് ട്രൈങ് സംതിങ്. പക്ഷെ യു സെഡ് നോ. ഇതിനു മുമ്പേ വേറെ ആൾക്കാർ തമിഴ് ടോപ്പ് ഐ ഡോണ്ട്. ഇപ്പൊ ഞാൻ അതെല്ലാം പറഞ്ഞാലേ പീപ്പിൾ വിൽ തിങ്ക് ഓ നൗ ഷീ ഈസ് ഡ്രോപ്പിംഗ് നെയിംസ്. Okay, but very big directors have called. Kannadathile very big directors, Telugule enakku avar aaru appo namukku if it doesn't matter to you avar aaru namukku oru joke pole edukkum because you are not going to get in anyway. But ippo enakku nokkumbo etra relevant at least maybe oru 40-50 padam. I'm not joking. Sathram refuse ചെയ്തിട്ടാണ് പിന്നെയാണ് it used to be a fun play. Somebody will പിന്നെ എങ്ങനെയാണ് അരയന്നങ്ങളുടെ വീട് ചേച്ചിനെ ലോക്ക് ചെയ്തത് അവിടെ? because എനിക്കറിയില്ലായിരുന്നു മലയാളം കേരള ഇത്ര ഫേമസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. മലയാളം സിനിമ എത്ര ഫേമസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ ട്രൈ ചെയ്താലേ ക്വയറ്റ്ലി ഞാൻ ട്രൈ ചെയ്യും. ബാംഗ്ലൂരിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവും. അങ്ങനെ വിചാരിച്ച് എൻ്റർ ചെയ്തതാണ്. പക്ഷെ ഇത് ലോഹി സാറിൻ്റെതാണ്. എനിക്ക് മമ്മൂട്ടി സാർ ഒരു വലിയ ആക്ടർ, നാഷണൽ ലെവലിൽ നിൽക്കുന്നുണ്ട്. അത് I didn't know about Lohit sir. I didn't know about anything actually. ഓ, എന്തോ ഒരു ശബ്ദം കേൾക്കണേ. Lechu, I'm Arjun. How are you, da? Keep smiling and keep being happy all the time, the way you are. അതെന്താ ശ്വേത ചേച്ചി അങ്ങനെ ഒരു പേര് പറഞ്ഞിരിക്കണേ? That used to be with Shweta. Remember how affectionate Shweta is, അല്ലേ? So ഞങ്ങൾ കുറെ ടൂർസ് എൻ്റെ അമ്മയാണ് നമ്മ കൂടെ ഉണ്ടായിരുന്നു. അമ്മ കൂടെ പോകുമ്പോ Shweta will hug അമ്മ. Shweta ഒരു tall and എന്താ പറയാ big girl ആണല്ലേ. So അമ്മ will say, "Ayyo Shweta, I feel like this is Arjun." So she'll say, "Auntie, Arjun is my brother." She'll say, "Auntie, I'm your Arjun only." So every time Shweta would meet my mother, she'll say, "Auntie Arjun." Okay, അപ്പൊ നിങ്ങൾ തമ്മിൽ നല്ല വെൽ കണക്റ്റഡ് ആണ്. അതെ പരസ്പര ഭയങ്കര അഫെക്ഷൻ ആണ്. ആൻഡ് സി അതാണ് ബ്യൂട്ടി ആർട്ടിസ്റ്റിന്റെ. വി ഡോണ്ട് ഹാവ് ടു മീറ്റ് എവറി ടൈം, ബട്ട് ഒരു ജെന്യൂൻ വിത്ത് എനിബഡി അല്ലേ രമ്യ, വെൻ യു ഹാവ് എ ജെന്യൂൻ കണക്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ല. ഫ്രീക്വന്റ് ആയിട്ട് കാണണമെന്നുമില്ല. ബട്ട് ഏതെങ്കിലും ഒരു ട്രാജഡി വന്നാല് യു വിൽ ഗെറ്റ് എ കോൾ ഫ്രം ദം ഓർ യു വിൽ കോൾ. അതാണ് ഒരു ബന്ധം അല്ലേ. ഇവിടെ നമ്മ ചേച്ചിയെ കാണാനായിട്ട് ചേച്ചീനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ എത്തിയിട്ടുണ്ട്. എന്തോ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓ മൈ ഗോഡ്. ഒരു ഗിഫ്റ്റ് ആയിട്ട് ചേച്ചിയുടെ ഒരു ആരാധകൻ. നോക്കാം ആരാണെന്ന്. ചേച്ചി നോക്കണ്ട, ചേച്ചി എന്നെ നോക്കിയിരുന്നാ മതി. ഇപ്പൊ വരും നമ്മുടെ ഒരു ആരാധകനാണ്. നോക്കട്ടെ ആരാണെന്ന്. ഹായ് മാം. Thank you. How was it actually? ഞാൻ കാണട്ടെ. I like the brown eyes. He's got my eyes quite well. Thank you. ഇരിക്കൂ. Thank you. പേര് പറയൂ. ഇർഷാദ് ചേച്ചിയുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ചേച്ചിയുടെ പടം ഇർഷാദ് വരച്ചെടുത്തതാണ്. എന്നിട്ട് താങ്ക് യു ഇർഷാദ്. ഇറ്റ് ഈസ് വെരി നൈസ്. പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചതാണ്. പെൻസിൽ പ്ലസ് വാട്ടർ കളർ. And I can see the watercolor, but very nicely you've captured that, and even the actually speak to you the eyes. Yes, കണ്ണിൽ സംസാരിക്കുന്നുണ്ട്. ചേച്ചിയുടെ സ്മൈലും എല്ലാം കറക്റ്റ് ആയിട്ട്. ആക്ച്വലി നല്ല ഇതായിട്ട് ചേച്ചിയുടെ ആ ഒരു സ്മൈൽ. സമയം എടുത്തു ഇത് ചെയ്യാൻ? നമുക്ക് ആക്ച്വലി ഞാൻ ഒരു 1 day ഇരുന്നുള്ളൂ ഇതില്. 1 hour complete ചെയ്തു. Wow. And without too much distortion. It's quite like very much like me. It's very nice. I think this one is an old picture. Old picture. But you've got most of it right. Thank you. എന്നാലും 1 hour ഇത്രയും നന്നായി ചെയ്തു. നന്നായിട്ടുണ്ട് ഇർഷാദ്. ഇതൊരു മെഡിറ്റേഷൻ പോലെ അല്ലേ? I can imagine. ഭയങ്കര കോൺസെൻട്രേറ്റ്. അതെ തീർച്ചയായിട്ടും അതിൽ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിലാണ് ഫുള്ള് ഡീറ്റെയിൽ കൊടുത്തത്. അതെ, ബട്ട് നന്നായിട്ട് അതൊരു കൈഗുണം അല്ലേ? കൈഗുണമല്ലേ കറക്റ്റ് വേർഡ്? അതെല്ലാവർക്കും വരത്തില്ല. നമ്മള് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുമ്പോഴും. ഏതാ ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതായിരുന്നു? ഇർഷാദ്. പഴയ കാലത്തിലോട്ട് പോകുമ്പോ കനകസിംഹാസനം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ നമുക്ക് ആ ഒരു
ഇതിലോട്ടാണ് തീർച്ചയായും താങ്ക് യു ഇർഷാദ്, താങ്ക് യു വെരി മച്ച്. ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടു. ചേച്ചിക്കുള്ളൊരു ഗിഫ്റ്റ് ആണത്. Yes. ആ എണീക്കണം. ഓക്കെ ഇർഷാദ്, താങ്ക് യു. ചേച്ചി, നമ്മുടെ ഈ ഷോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോർമൽ ഒരു ഇന്റർവ്യൂ പാറ്റേണിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് വിശേഷങ്ങൾ മാത്രം പറയുന്നത് മാത്രമല്ല. ഇതിനകത്ത് ഇപ്പൊ കണ്ട പോലെ കുറെ എൻട്രീസ് വരും, കുറെ ഓഡിയോ ശബ്ദങ്ങൾ വരും, കുറച്ച് വീഡിയോ വരും, ഇങ്ങനെ പലതും സർപ്രൈസസ് പല രീതിയിലായിരിക്കും ചേച്ചിക്ക് വന്നോണ്ടിരിക്കുക. അറിയില്ലായിരുന്നു. ഇങ്ങനെ പല പല സർപ്രൈസസ് മിക്സ് ചെയ്തതാണ് നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു ഷോ. And actually സത്യത്തിൽ അതാണല്ലോ ലൈഫ്. ബിക്കോസ് നമുക്ക് ഓരോ ഡേയില് സംടൈംസ് സംതിങ് അൺഎക്സ്പെക്ടഡ്ലി നൈസ് ഹാപ്പൻസ്. Yes. You know, and maybe it can be a message or it can be, ഇപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ പറയും, നമുക്ക് ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ താമസിക്കാറുണ്ട്. നമുക്ക് ചിലപ്പോൾ അറിയില്ല എൻ്റെ ഡാൻസിന്റെ ഒരു പ്രഭാവം എങ്ങനെ വേറെ ആൾ പറ്റി ഒരു ഇമ്പാക്ട് ആവും, ഇല്ല എൻ്റെ ആക്ടിങ്ങോ ഇല്ല എൻ്റെ പേഴ്സണാലിറ്റിയോ ഇല്ല ഞാൻ എന്താ പറയും. ബട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു മെസ്സേജ് വന്നാലേ യുനോ then you feel എന്താ പറയാം that yeah, your life is worth it. Because വെറുതെ entertainment അല്ലല്ലോ. I don't look at it like that. ഈ നമുക്ക് ഏതെങ്കിലും ഒരു serve ചെയ്യണം അല്ലേ in humanity, and however you have to be positive. You have to give something positive back to society അല്ലേ. So അങ്ങനെ നോക്കുമ്പോൾ life is full of surprises. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ ഒരു അരയന്നത്തിന്റെ സൗന്ദര്യത്തോടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. ജന്മം കൊണ്ട് കർണാടകക്കാരിയാണെങ്കിലും കർമ്മം കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഈ നടി. ലക്ഷ്മി ഗോപാലസ്വാമി 54 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രായത്തിലും നൃത്തവേദികളിൽ നടി സജീവമാണ്. ജീവിതത്തിൽ ഈ ഒറ്റപ്പെടലും ഈ ഒറ്റയ്ക്കുള്ള മനോഹരമായ കാലവുമെല്ലാം താരം ആസ്വദിക്കുകയാണ്. ഒരു പരാതികളുമില്ല, പരിഭവങ്ങളുമില്ല, ആരോടും ഒരു പിണക്കത്തിനുമില്ല. ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും താരം ആരെയും കുറിച്ചൊരു പരാതിയും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അത് മലയാള സിനിമയിലാണെങ്കിലും അന്യഭാഷയിലാണെങ്കിലും നിരവധി ശക്തമായ കഥാപാത്രങ്ങളും പ്രാധാന്യമേറിയ കഥാപാത്രങ്ങളും പ്രാധാന്യം കുറഞ്ഞ കഥാപാത്രങ്ങളും ഒക്കെ താരം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിടത്തും തനിക്ക് അവഗണന നേരിട്ടെന്നോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതോ അങ്ങനെ ഒന്നും താരം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒറ്റയ്ക്കുള്ള ജീവിതം അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ ആഘോഷിക്കുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. അച്ഛൻ MK ഗോപാലസ്വാമി, അമ്മ ഡോക്ടർ ഉമാ ഗോപാലസ്വാമി. 1970 ജനുവരി 7-നാണ് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ജനനം. സംഗീതജ്ഞ കൂടിയായ അമ്മ ലക്ഷ്മിക്ക് വേണ്ടി പലപ്പോഴും താളം തിട്ടപ്പെടുത്തിയിരുന്നു. ചെറിയ വയസ്സ് മുതലേ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ഇന്നും ശ്വാസവും നിശ്വാസവും നൃത്തം തന്നെയാണ്. 17-ാം വയസ്സിൽ മോഡലിംഗ് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മി കരിയർ ആരംഭിക്കുന്നത്. വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് പോലും വളരെ ചെറുപ്പത്തിൽ തന്നെ ലക്ഷ്മി ഗോപാലസ്വാമി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി. അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത് ലോഹിതദാസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിലൂടെയാണ്. 2000-ലാണ് സിനിമ റിലീസായത്. അതിനുശേഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അച്ഛനെയാണ് എനിക്കിഷ്ടം, മാമ്പഴക്കാലം, മാമനപുരം ബസ് റൂട്ട്, കീർത്തി ചക്ര തുടങ്ങി നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം തുടങ്ങി അന്നത്തെ മുൻനിര താരങ്ങളുടെ എല്ലാം നായികയായി. മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം ലക്ഷ്മി ഗോപാലസ്വാമി എന്ന നടി വിജയം കണ്ടു. നർത്തകിയായതുകൊണ്ടാണോ സിനിമയിൽ അവസരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ നല്ലൊരു നർത്തകി നല്ലൊരു നടിയായിരിക്കണം എന്നില്ല. നല്ലൊരു നടിക്ക് നല്ല നർത്തകിയും ആകാൻ സാധിക്കണമെന്നില്ല. നർത്തകി അഭിനയിക്കുമ്പോൾ നൃത്തത്തിന്റെ മുഖഭാവങ്ങൾ വന്നു പോകാം. അത് അഭിനയത്തിൽ പാടില്ലാത്തതാണ് എന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞിരുന്നു. നൃത്തത്തെയും അഭിനയത്തെയും രണ്ടും രണ്ട് തട്ടിലായിട്ട് തന്നെയാണ് താൻ കൊണ്ടുപോകുന്നത്. ഇപ്പോഴും അഭിനയത്തിലും നൃത്തത്തിലും എല്ലാം സജീവമാണ് താരം. ഇൻഹിബിഷൻസ് ഇല്ലാത്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ലക്ഷ്മി ഗോപാലസ്വാമിയുടെ പ്ലസ് പോയിന്റ് ആയിരുന്നു. ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിൽ മണിക്കുട്ടന്റെ അമ്മയായി അഭിനയിക്കുമ്പോൾ 35 വയസ്സ് മാത്രമേ ലക്ഷ്മിക്കുണ്ടായിരുന്നുള്ളൂ. അമല പോളിന്റെ അമ്മയായും ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയിച്ചിട്ടുണ്ട്. നൃത്തത്തിന്റെയും അഭിനയത്തിന്റെയും ഇടയിൽ മറന്നുപോയതാണോ വിവാഹം എന്ന് ചോദിച്ചപ്പോൾ പറ്റിയ ആൾ വന്നില്ല എന്നായിരുന്നു നടിയുടെ മറുപടി. ഇന്ന പ്രായത്തിൽ വിവാഹിതയാകണം, കുട്ടികളാകണം എന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. സംഭവിക്കുമ്പോൾ സംഭവിക്കുമെന്നായിരുന്നു വിശ്വാസം. ഒരാളെ കാണുമ്പോൾ ഇനി ജീവിതത്തിൽ ഇയാൾ വേണമെന്ന ഫീല് ആരോടും തോന്നിയിട്ടില്ല. അതുകൊണ്ട് നടന്നില്ല എന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു.
കല്യാണം കഴിച്ചില്ലേ, എന്താ കഴിക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യം നിരന്തരമായപ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്നായിരുന്നു നടിയുടെ മറുപടി. സിനിമയിലല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന ആഗ്രഹത്തിന്റെ പുറത്തായിരുന്നു ഞാൻ. അതിനിടയിൽ പറ്റിയ ആൾ വന്നാൽ വിവാഹം ചെയ്യാമെന്ന് കരുതി. എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല എന്നും തന്റെ വിവാഹവും അങ്ങനെയാണെന്നും താരം പറയുന്നു.